പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും മറുപടിക്കായി കാത്തിരുന്നിട്ടും ലഭിക്കാതിരിക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയിട്ടുണ്ടല്ലേ? അപ്പോഴൊക്കെ നാം ചോദിക്കാറുണ്ട് ദൈവത്തോട്, ദൈവമേ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ശത്രു നമ്മെ തകർക്കുമെന്ന് നിന്ദിക്കുമ്പോൾ നാം പറയാറില്ലേ, ദൈവം എന്നെ മറന്നുപോയെന്ന്? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 94:9 പറയുന്നു, കാത് നട്ടുപിടിപ്പിച്ചവൻ കേൾക്കുന്നില്ലെന്നോ, കണ്ണ് രൂപപ്പെടുത്തിയവൻ കാണുന്നില്ലെന്നോ? നാം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്നു. നമ്മുടെ വിചാരങ്ങൾ ദൈവം ഗ്രഹിക്കുന്നു. കാരണം അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. പ്രിയരെ, നമ്മുടെ കാൽ വഴുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ താങ്ങി നിർത്തും. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, ഉത്കണ്ഠ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യ സ്പർശം നമ്മുടെ ആത്മാവിനെ ഉന്മേഷഭരിതമാക്കുന്നു. മാത്രമല്ല, അവിടെ നമ്മുടെ പാപമെല്ലാം പൊറുക്കുന്നു, രോഗമെല്ലാം സൗഖ്യമാക്കുന്നു. താണക്കുഴിയിൽ നിന്ന് കയറ്റി അചഞ്ചല സ്നേഹത്താലും കരുണയാലും നമ്മെ കിരീടമണിയിക്കുന്നു. ജീവിതകാലം ഒക്കെ നമ്മെ നന്മകൊണ്ട് തൃപ്തരാക്കുന്നു. കർത്താവ് കരുണാമയനും കൃപാലുവും കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനും അചഞ്ചല സ്നേഹത്തിൻ്റെ സമ്പന്നനുമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. സങ്കീർത്തനം 145:19 പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം അവിടുന്ന് സംരക്ഷിക്കുന്നു. കാത്തിരിക്കുക പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും മറുപടി നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്, ആലോചനയിൽ വലിയവനുമാണ്. നമുക്ക് കാത്തിരിക്കാം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി. ആമീൻ. God bless you. Have a nice day.